ജൂൺ 4 ഇന്നത്തെ ഡെയിലി റിഫ്ലക്ഷൻ. പഴയ മനുഷ്യനെ ഉപേക്ഷിക്കുക, ലെറ്റിംഗ് ഗോ ഓഫ് അവർ ഓൾഡ് സെൽസ്, നമ്മുടെ പഴയ സ്വഭാവത്തെ മാറ്റുക എന്ന തലക്കെട്ടോടു കൂടിയാണ്. പ്രോഗ്രാമിലൂടെ പോകുന്ന സമയത്ത് ആദ്യത്തെ 5 പടികളെ, 6ാമത്തെ പടിയിലേക്ക് കടന്നു വരുന്നതിന് മുന്നെയാണ് ആ ലിറ്ററേച്ചർ കടന്നു വരുന്നത്. 5 പടികൾ വളരെ കൃത്യമായിട്ട് പരിശോധന ഞാൻ നടത്തേണ്ടതുണ്ട് എന്നുള്ളതാണ്. പരിപൂർണമായ പരാജയം സമ്മതിക്കാനുള്ള തയ്യാറെടുപ്പ് ഉണ്ടായിട്ടുണ്ടോ? എൻ്റെ കുഴപ്പങ്ങളുണ്ട് എന്ന പരിപൂർണ സമ്മതം, എൻ്റെ അനിയന്ത്രിതമായ ജീവിതത്തെക്കുറിച്ചുള്ള തിരിച്ചറിവ്, ഒരു തരത്തിലും എൻ്റെ മദ്യാസക്തിയെ ഒറ്റയ്ക്ക് നേരിടാൻ പറ്റുമായിരുന്നില്ല എന്ന ബോധ്യം, കൂട്ടായ്മയുടെ സഹായത്തോടുകൂടി എന്നെക്കാൾ വലിയ ശക്തി എന്ന ആശയം, അതിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വലിയ മാനസിക ഘടനയെക്കുറിച്ചുള്ള ബോധ്യം, ഇതെല്ലാം കൃത്യമായി കടന്നു വന്നിട്ടുണ്ടോ? തർക്കിക്കുന്ന സമൂഹത്തിൽ നിന്ന് വിട്ടു നിൽക്കാൻ എനിക്ക് എൻ്റെ ആശയവും മറ്റുള്ളവർക്ക് മറ്റുള്ളവരുടെ ആശയവും, അതിൽ ഏതാശയമാണ് ശരി അല്ലെങ്കിൽ മറ്റാശയങ്ങൾ തെറ്റാണ് എന്ന രീതിയിലല്ലാതെ നിൽക്കാനായിട്ട് എനിക്ക് സാധ്യമാണോ എന്നുള്ള ചോദ്യം. പല ആശയങ്ങളും 2ാമത്തെ പടി തരുന്നുണ്ട്. 3ാമത്തെ പടിയിലേക്ക് കടന്നു വരുമ്പോൾ ഞാനല്ല ഡയറക്ടർ എന്നുള്ള കാര്യം വരുന്നു. ദൈവഹിതം എന്ന് പറയുന്നത് ഞാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ സംഭവിക്കുന്നതല്ല. സംഭവിക്കുന്ന കാര്യങ്ങളെ ഉൾക്കൊള്ളാനായിട്ട് ഞാനെന്ന വ്യക്തിയെ തയ്യാറെടുക്കാൻ സഹായിക്കുന്ന വലിയ ശക്തിയെക്കുറിച്ചും അതിലേക്ക് എന്നെ ഒരുക്കിയെടുക്കുന്നതിനെ കുറിച്ചുമുള്ള ബോധ്യമായിട്ട് 3ാമത്തെ പടി കടന്നു വരുന്നുണ്ട്. ഞാൻ ആഗ്രഹിക്കുന്ന രീതിയിൽ ആളുകൾ പെരുമാറുമ്പോൾ ഉണ്ടാവുന്ന സന്തോഷത്തെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. അല്ലാത്ത സമയത്ത് ഉണ്ടാവുന്ന എൻ്റെ കുഴപ്പങ്ങളെക്കുറിച്ചുള്ള തിരിച്ചറിവ് 3ാമത്തെ പടി തന്നിട്ടുണ്ട്. ജീവിതത്തിൻ്റെ ഡയറക്ടർ ഞാനല്ല എന്നുള്ള ബോധ്യത്തെ പുതുക്കിയിട്ടുണ്ടോ? മറ്റുള്ളവരും സാഹചര്യങ്ങളുമാണ് കുറ്റക്കാർ, കുഴപ്പക്കാർ എന്ന് പറയുന്നിടത്തു നിന്ന് മാറിക്കൊണ്ട് എന്നിലെ കുഴപ്പങ്ങളെ കണ്ടെത്തുന്ന 4ാമത്തെ പടി. വളരെ കൃത്യമായിട്ട് ചരിത്രത്തിലേക്ക് നോക്കിക്കൊണ്ട് ഞാൻ എന്താണ്, ഇന്നിൽ എന്താ എനിക്ക് സംഭവിക്കുന്നത് എന്നുള്ള വളരെ ഒരു തിരിച്ചറിവുണ്ടാക്കി തന്ന ആ 4ാം പടി. എവിടെയാണ് ഞാൻ കുഴപ്പക്കാരനായത് എന്നുള്ള ബോധ്യം. അപ്പം അതെല്ലാം കടന്നു വന്നിട്ടാണ് ഞാനത് എൻ്റെ തെറ്റുകൾ എന്നോടും വേറൊരാളോടും ആ വലിയ ശക്തി എന്ന് പറയുന്ന ആശയത്തോടൊക്കെ നമ്മൾ തുറന്ന് സമ്മതിക്കാൻ തയ്യാറായോ എന്ന് പറഞ്ഞാൽ മാറ്റാനുള്ള സന്നദ്ധനായോ എന്നുള്ളതാണ്. അവിടെ ഏതെങ്കിലുമൊക്കെ വിട്ടുപോയിട്ടുണ്ടോ, ഏതെങ്കിലും കാര്യങ്ങൾ മാറ്റി നിർത്തിയിട്ടുണ്ടോ, ഇത് കുഴപ്പമില്ല, അത്രയൊന്നും പറയേണ്ട കാര്യമില്ല, ഞാനത് കൈകാര്യം ചെയ്തു എന്നുള്ള തോന്നലൊക്കെ ഉണ്ടാവും ചില സംഭവങ്ങളൊക്കെ. അപ്പോൾ ആ സംഭവങ്ങൾ അങ്ങനെ മദ്യാസക്തിന് അങ്ങനെ ഈസി ആയിട്ട് അങ്ങനെ കൈകാര്യം ചെയ്യാൻ പറ്റില്ല. ഇന്ന് ഉണ്ടായില്ല അല്ലെങ്കിൽ അതിനെ കൈകാര്യം ചെയ്തു എന്ന് നമ്മൾ കരുതുകയും പിന്നീട് നമ്മളെ ദ്രോഹിക്കപ്പെടാവുന്ന നിലയിൽ എത്തിയിട്ടുണ്ടാവും. 5ാമത്തെ പടി എന്ന് പറയുന്നത് അങ്ങനെ എളുപ്പം ചാടിക്കിടക്കാവുന്ന ഒന്നോ അല്ലെങ്കിൽ കേവലം കുറച്ച് കാര്യങ്ങൾ ചെയ്തുകൊണ്ട് പോകേണ്ട കാര്യമോ അല്ല. വളരെ കൃത്യമായിട്ട് തന്നെയാണ് ആ പ്രോഗ്രാമിൽ പറയുന്ന, ബിഗ് ബുക്കിൽ പറയുന്ന ഓരോ വാചകങ്ങളെയും ഞാൻ പാലിക്കാനായിട്ട് അല്ലെങ്കിൽ അതിനെക്കുറിച്ച് മനസ്സിലാക്കിയിട്ട് എന്നെ കണ്ടെത്തുക എന്ന ആത്മപരിശോധനയെ കർശനമായിട്ട് നടത്തിയിട്ടുണ്ടോ? അഭിമാനബോധത്തെ സന്തുലിതമാക്കാൻ അറ്റ്ലീസ്റ്റ് ഞാൻ തിരിച്ചറിഞ്ഞിട്ടുണ്ടോ എൻ്റെ കുഴപ്പങ്ങളെക്കുറിച്ചുള്ള ബോധ്യം എന്നുള്ള ചോദ്യം. അങ്ങനെ ആകുമ്പോഴാണ് യഥാർത്ഥത്തിൽ എനിക്ക് എന്നെ കൃത്യമായിട്ട് തിരിച്ചറിയാനായിട്ട് പറ്റുകയുള്ളൂ എന്നുള്ള ഓർമ്മപ്പെടുത്തലുണ്ട്. അവിടെ ഓരോ ഭാഗങ്ങളിലും ഒന്നും വിടാതെ തന്നെ അതിലേക്ക് ഞാൻ കടന്നു വരേണ്ടതുണ്ട്. കാരണം ഇതെല്ലാം എന്തിനാണ്? ഒരു കവാടം ഉണ്ടാക്കുകയാണ്. ആ കവാടത്തിലൂടെയാണ് സ്വതന്ത്രമായിട്ട് എനിക്ക് നടന്നു പോകാനായിട്ട്. എനിക്ക് ഇന്നത്തെ ദിവസം എൻ്റെ കാര്യങ്ങളൊക്കെ മനോഹരമായിട്ട് ജീവിക്കണം. ഏറ്റവും പ്രധാനം മനോഹരമായ ജീവിതം തന്നെയാണ്. അതിനു വേണ്ടിയിട്ടാണ്. അപ്പം അവിടെ എനിക്ക് ഇന്നത്തെ സന്തോഷത്തിൽ നിന്ന് എന്നെ തടയുന്ന കാര്യങ്ങൾ ഉണ്ടാവരുത്. അപ്പം അതിനെ മറികടക്കണം എന്നുണ്ടെങ്കിൽ ആ കവാടത്തിലൂടെ സ്വതന്ത്രമായിട്ട് നടക്കാനായിട്ട് എനിക്ക് എന്താ ചെയ്യാൻ പറ്റുക? ഞാൻ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടത് എനിക്ക് വേണ്ടിയിട്ടുണ്ടാക്കുന്ന കവാടാണ്. മറ്റുള്ളവരെ ബോധിപ്പിച്ച് ഇല്ലാത്ത ഡെക്കറേഷൻ ഞാൻ ഉണ്ടാക്കിയിട്ട് ബലമില്ലാത്തൊരു കവാടം ഉണ്ടാക്കി കഴിഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഞാൻ എൻ്റെ തലയിൽ കൂടെ തന്നെ പൊട്ടി വീഴും. എത്ര കാലം എനിക്ക് ആളുകളെ ഇങ്ങനെ കാണിച്ചിട്ട് അലങ്കാരപ്പണിയൊക്കെ വെച്ചിട്ടുള്ള ഒരു താൽക്കാലിക കവാടം ഉണ്ടാക്കിയിട്ട് പറ്റും? ഇതെനിക്ക് വേണ്ടിയിട്ടാണ് എന്നുള്ള കൃത്യമായ ബോധ്യമുണ്ട്. എൻ്റെ കുഴപ്പങ്ങൾ എന്താണ് എന്നുള്ള തിരിച്ചറിവ് എനിക്കുണ്ടായോ? കാരണം ഇത് മറ്റുള്ള ആളുകളെ ബോധിപ്പിക്കാനോ ഒരു മീറ്റിങ്ങിൽ തുറന്നു പറയാനോ അല്ല, മറിച്ച് എനിക്ക് മാറേണ്ടത് ഞാനാണ്. ഞാനത് കണ്ടെത്തിയിട്ടുണ്ടോ? എനിക്ക് വേണ്ടിയിട്ട് തന്നെയാണ് അതിനെ ഞാൻ കണ്ടെത്തേണ്ടത് എന്നുള്ള കാര്യങ്ങൾ, എനിക്ക് മാറ്റേണ്ടത് എന്തൊക്കെ കാര്യങ്ങളാണ് ഞാൻ ഉപേക്ഷിക്കേണ്ടതുള്ളത്, ഇന്നും എനിക്ക് കുഴപ്പമുണ്ടാക്കുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള കണ്ടെത്തൽ ഞാൻ നടത്തിയിട്ടുണ്ടോ? ഇതെല്ലാം ഞാൻ സ്വയം ചോദിക്കുകയും സമ്മതിക്കുകയും അത് മാറ്റാനുള്ള സന്നദ്ധത ഉണ്ടോ എന്നുള്ളതാണ്. ആദ്യം സമ്മതിക്കണം. അപ്പോഴാണ് എന്നിൽ നിന്ന് ദൂരീകരിക്കാനുള്ള തയ്യാറെടുപ്പ് ഉണ്ടാവുക. ഞാൻ തയ്യാറാണോ എന്ന ചോദ്യം വളരെ പ്രധാനപ്പെട്ട ചോദ്യം തന്നെയാണ്.
വീട് വൃത്തിയാക്കാനുള്ള സന്നദ്ധത ഉണ്ടാവുക, സത്യസന്ധത ഇല്ല, മറ്റു കുഴപ്പങ്ങളുണ്ട്, അസൂയുണ്ട്, മറ്റു കാര്യങ്ങളുണ്ട് എന്നുള്ള തിരിച്ചറിവ് ഉണ്ടാവുമ്പോഴേ എനിക്ക് മാറ്റം ഉണ്ടാവുള്ളൂ. മറ്റേത് ഞാൻ ഇങ്ങനെ മറ്റുള്ളവരെ പറയുകയും മറ്റുള്ളവരുടെ കുഴപ്പങ്ങൾ കണ്ടെത്തുകയും ചെയ്യുകയും എന്നിലേക്ക് ഒരു മാതൃവിധ മാറ്റം ഉണ്ടാവുകയും ചെയ്യില്ല. അപ്പൊ എൻ്റെ പഴയ മനുഷ്യൻ കുഴപ്പക്കാരനായിരുന്നു. ഞാൻ ചെയ്തിരുന്ന പ്രവൃത്തി സ്വയം സഹതാപം വേണ്ടാതേ ഉള്ളൂ, പക്ഷെ വളരെ കൃത്യമായിട്ട് നഗ്നമായി തന്നെ അതിൻ്റെ ഓരോ സ്വഭാവത്തിലെ ദൂഷ്യങ്ങളും ഞാൻ കണ്ടെത്തിയാലേ എനിക്ക് ഇന്നിൽ ജീവിക്കാൻ പറ്റൂ എന്നുള്ള ഓർമ്മപ്പെടുത്തൽ വളരെ കൃത്യമായിട്ട് ഇന്നത്തെ ഡെയിലി റിഫ്ലക്ഷൻ പറയുന്നുണ്ട് എന്നുള്ളതാണ്. ആറാമത്തെ പടിയൊക്കെ ഞാൻ കൃത്യമായി അത് മനസ്സിലാക്കിയിട്ടോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടോ അല്ല, വളരെ എൻ്റെ ജീവിതത്തിൽ നടപ്പിലാക്കേണ്ടതും അതിൽ നിന്ന് കിട്ടേണ്ട ഊർജത്തെ ഇന്നത്തെ ദിവസത്തെ മനോഹരമായി ജീവിക്കാനായിട്ട് ഉപയോഗിക്കേണ്ടതുമായ ഒന്നാണ്. യഥാർത്ഥത്തിൽ എൻ്റെ സന്തോഷത്തെയും എൻ്റെ ആഹ്ലാദിക്കാനുള്ള മനസ്സിനെയും തടയുന്ന ഇന്നിൽ ജീവിക്കുന്നതിൽ നിന്ന് തന്നെ എന്നെ എടുത്തു മാറ്റുന്ന കാര്യങ്ങൾ എന്നെ ആറാമത്തെ പടിയിലൂടെ എനിക്ക് കളയാനായിട്ട് പറ്റും. അത് കളയണമെന്നുണ്ടെങ്കിൽ ഞാൻ പരിപൂർണമായിട്ട് ഇത് കണ്ടെത്തുകയും എന്നോട് സമ്മതിക്കുകയും ഇത് എടുത്തു മാറ്റുന്നതിനുള്ള തയ്യാറെടുപ്പ് ഉണ്ടാവുകയും ഇത് മാറ്റണം, എനിക്ക് കുഴപ്പമുണ്ട് എന്ന് തിരിച്ചറിഞ്ഞു എന്നാണ്. ഇതൊന്നുമില്ല, എനിക്കൊരു കുഴപ്പമില്ല എന്ന് ഞാൻ തിരിച്ചറിഞ്ഞാൽ കുഴപ്പം മറ്റുള്ളവരുടേതാണെന്ന് പറഞ്ഞാൽ യാതൊരു പ്രയോജനവും ഇല്ലാതെ ഞാൻ എന്നെയും മറ്റുള്ളവരെയും ഒക്കെ ദ്രോഹിക്കുന്ന ഒരു മനുഷ്യനായിട്ട് മാറും എന്നുള്ള ഓർമ്മപ്പെടുത്തൽ തന്നെ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ഇന്നത്തെ ഡെയിലി റിഫ്ലക്ഷൻ ഓർമ്മപ്പെടുത്തൽ. നമുക്ക് ഒരുമിച്ച് കൊണ്ടേ പറയുന്ന തത്വങ്ങളിലൂടെ മുന്നോട്ട് പോകാം. ശുഭദിനം, സുപ്രഭാതം.